ടി ജി 2008 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഹിന്ദു ടെറർ എന്ന ഒരു വാക്ക് കോയിൻ ചെയ്യപ്പെടുന്നത്. അന്ന് സംജോത, മലേഗാവ് തുടങ്ങിയ അവിടെ സ്ഫോടനങ്ങൾ നടന്നതിനകത്ത് പിന്നിലെല്ലാം ഹിന്ദു ഭീകരരായിരുന്നു എന്നുള്ള ഒരു വാദവും ATSൻ്റെ അന്വേഷണം, ഹേമന്ത് കർക്കറെ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചു. സത്യപ്രജ്ഞ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനൻറ്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത്, പിന്നെ അസിമാനന്ദ ഒരു സന്യാസി, ഇവരെയൊക്കെ പ്രതികളാക്കുകയും ഇപ്പോൾ ആ ഒരു കേസ്, മലേഗാവ് കേസ്, വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ അന്ന് അതൊരു വലിയ പ്രചാരണം തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് ഇന്നത്തെ RSS സർസംഘചാലക് മോഹൻജി ഭാഗവത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിരുന്നു, അതിന് താല്പര്യം ഉണ്ടായിരുന്നു, അവർ അന്നത്തെ സർക്കാർ അതിന് ശ്രമിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, മുംബൈ ആക്രമണം നടന്ന സമയത്ത് ഈ ഹേമന്ത് കർക്കറയെ കൊല്ലാൻ വേണ്ടി ഇന്ത്യൻ ഇൻ്റലിജൻസും RSSും ഒക്കെ ആസൂത്രണം ചെയ്താണ് ഈ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടെന്നുള്ള വലിയൊരു പ്ലോട്ടന്ന് ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഈ ഒരു കോടതി വിധിയൊക്കെ വന്നതിന് ശേഷം? അല്ല, കോടതി വിധി ഒരു സാങ്കേതികത്വം മാത്രമാണ്. ഈ കോടതി വിധി വരുന്നതിന് മുമ്പും കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എല്ലാവരും. ഈ നിരന്തരമായ സ്ഫോടനങ്ങൾ അന്ന് നടന്നുകൊണ്ടിരുന്നു. UPA കാലത്ത് വാരാണസിയിൽ, അഹമ്മദാബാദിൽ, എവരിവെയർ. അപ്പോൾ ഈ സ്ഫോടനങ്ങൾ പൊതുവെ മുസ്ലിങ്ങളെ വില്ലന്മാരാക്കുന്ന രീതിയിലേക്ക് പോയി. മുസ്ലിങ്ങൾ അപകടകരമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു നരേറ്റീവ്, അത് അന്നത്തെ സ്ഥിതിയിൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ കോൺഗ്രസ്സിനെതിരെ ഉണ്ടാകും എന്ന് കോൺഗ്രസ്സിന് അറിയാം. അപ്പം ഇതിനൊരു മറുമരുന്ന് എന്താണ്? അങ്ങനെയാണ് ഈ സഫ്രോൺ ടെറർ, കാവി ഭീകരത എന്നുള്ള വാക്ക് അവർ കോയിൻ ചെയ്യുന്നത്. അത് കോയിൻ ചെയ്തത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ഒരു സിംഗ്, NK സിംഗ് ആണെന്ന് തോന്നുന്നു. ആ മനുഷ്യൻ പിന്നീട് റിട്ടയർ ആയി കഴിഞ്ഞ് BJPയിൽ ചേർന്ന് മോദിയുടെ ആദ്യത്തെ 2014 ആദ്യത്തെ ക്യാബിനറ്റിൽ വരെ ഉണ്ടായിരുന്നു. ആ മനുഷ്യനാണിത് പുറത്തുവിടുന്നത്. എന്നെക്കൊണ്ടാണ് ഇത് ചെയ്യിച്ചത് ചിദംബരമാണ്. ചിദംബരം ചെട്ടിയാരുടെ ബുദ്ധിയാണ് ഇതിങ്ങനെ ഒരു ഹിന്ദു ടെറർ ബാലൻസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ നരേറ്റീവിൽ നമ്മൾ തോറ്റുപോകും. അപ്പോൾ മലേഗാവ് സ്ഫോടനത്തിൽ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് 7 മുസ്ലിങ്ങളാണ്. മാസങ്ങളോളം അവർ ജയിലിലായിരുന്നു. 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ നരേറ്റീവ് തിരിച്ചിട്ട് അവരെ വെറുതെ വിടുകയും, അവർ കുറ്റക്കാരൊന്നുമല്ല, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വിടുകയും ഹിന്ദുക്കളെ അതിൽ ചേർക്കുക. അങ്ങനെയാണ് സാധ്വിപ്രജ്ഞ, കേണൽ പുരോഹിതൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തതിന് കയ്യും കണക്കുമില്ല. ഞാൻ ജനം TV-യിൽ പൊളിച്ചെഴുത്ത് ചെയ്ത കാലത്ത് കുറഞ്ഞതൊരു 4 പൊളിച്ചെഴുത്തെങ്കിലും ഈ സംഭവത്തെപ്പറ്റി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ കൊണ്ടുപോയി ഇവർ ടോർച്ചർ ചെയ്ത് അവരുടെ നിലവിളി പുറത്തുനിന്നൊരാൾ റെക്കോർഡ് ചെയ്തത്, ഇതെല്ലാം ഞാനും കൂടെ ചേർന്ന് പുറത്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അന്ന് പക്ഷേ കോൺഗ്രസും അവരുടെ കൂടെയുള്ള സഖ്യകക്ഷികളും പ്രചണ്ഡമായ പ്രചാരണം നടത്തി. 2 കേസായിരുന്നു, ഒന്ന് മലേഗാവ്, ഒന്ന് സംജോതയിലാണ് എന്ന് തോന്നുന്നു നമ്മളുടെ സ്വാമി അസീമാനന്ദപ്പെട്ടത്.